യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിയാമിസ് ആണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അതൊക്കെ ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് വേഗം നോക്കാം കേട്ടോ. ഈ ഒരു ക്ലാസ്സിലെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കുന്നില്ല, കാരണം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ നമ്മുടെ മാരത്തോൺ ആണ്. അവിടെയായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റിനെ എക്സ്പ്ലനേഷൻ വെച്ച് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ LPG എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അവിടെ ചോദിക്കുന്ന ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ന്യൂ എക്കണോമിക് പോളിസി 1991. 1991 ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയത്തെ പറ്റി ഒരു നോട്ട് എഴുതുക. ഇവിടെ എന്തൊക്കെ എഴുതണം? ആദ്യം ലിബറലൈസേഷനെ പറ്റി എഴുതണം. ഓക്കെ, ഇപ്പൊ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ മാരത്തോണിലായിരിക്കും നിങ്ങൾക്ക് തരിക. ഇവിടെ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ലിബറലൈസേഷനെ പറ്റി എഴുതുക. ലിബറലൈസേഷൻ്റെ 5 പോയിന്റ്സ്: ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, അതായത് നമ്മുടെ ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ഈ 5 പോയിന്റിനെ പറ്റിയും ചെറുതാക്കി കേട്ടോ, വളരെ വലുതാക്കി വേണ്ട, ചെറുതാക്കി നോട്ട്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് മക്കൾ എഴുതേണ്ടത് പ്രൈവറ്റൈസേഷനെ പറ്റിയാണ്. പ്രൈവറ്റൈസേഷനെ പറ്റി എഴുതിയിട്ട് നിങ്ങൾ എന്തിനെ പറ്റി എഴുതണം? ഡിസ്ഇൻവെസ്റ്റിനെ പറ്റി എഴുതണം. അതോടെ കഴിഞ്ഞ പ്രൈവറ്റൈസേഷൻ കഴിഞ്ഞു. ഇനി എഴുതാനുള്ളത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷനെ പറ്റി എഴുതുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഔട്ട് സോഴ്സിങ്ങിനെ പറ്റി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യണം. എന്താ ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത്? സോഴ്സിങ് ഫ്രം ഔട്ട് സൈഡ്, അല്ലേ? പുറത്തുനിന്ന് വേറൊരു കൺട്രി നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച് അവിടെ കമ്പനി തുടങ്ങുകയാണ്. അതിനെയാണ് ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് ഈ ഒരു 8 മാർക്കിന്റെ എസ്സേ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പോവർട്ടി എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇങ്ങനെ ആയിരിക്കും. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു 3 ഡയമെൻഷണൽ അപ്രോച്ച് എന്ത് ചെയ്തു? കൊണ്ടുവന്നു പോവർട്ടി അലീവേഷന് വേണ്ടിയിട്ട്. എന്താണ് ആ 3 അപ്രോച്ച്? അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 അപ്രോച്ചുകൾ ഏതൊക്കെയാണ്? ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ജനറേഷന്, പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്. ഈ 3 കാര്യങ്ങൾ ഡെഫിനിഷൻ വൈസ് എഴുതി വെക്കുക. അതിനുശേഷം ഓരോ പ്രോഗ്രാമുകൾ, സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ്, ജസ്റ്റ് പ്രോഗ്രാം ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമും അതുപോലെ ലിസ്റ്റ് ചെയ്യണം. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമും അതേപോലെ ലിസ്റ്റ് ചെയ്യണം. അടുത്ത ചാപ്റ്റർ 8 മാർക്കിന് എസ്സേ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചാപ്റ്റർ ആണ് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ചോദിക്കാറുണ്ട് മേജർ. അപ്പൊ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ആദ്യം എഴുതി വെക്കണം. അതിനുശേഷം സ്ട്രാറ്റജീസ് ആയിട്ടുള്ള യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ യൂസ് ഓഫ് എനർജി, LPG ഗോബർ ഗ്യാസ് യൂസ് ചെയ്യുക, CNG യൂസ് ചെയ്യുക, വിൻഡും സോളാർ എനർജിയും യൂസ് ചെയ്യുക, വലിയ വലിയ ഡാം കൺസ്ട്രക്ട് ചെയ്യാതെ മിനി ഡാംസ്, മിനി ഹൈഡൽ പ്രൊജക്ട് കൺസ്ട്രക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ട്രഡീഷണൽ നോളജ്, അല്ലെ, പണ്ട് മുതലേ ഉള്ള ട്രഡീഷണൽ നോളജ്, നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മരുന്ന്, അല്ലെ, പച്ചമരുന്നൊക്കെ, ആ സാധനമൊക്കെ. ഇനി ഓർഗാനിക് ഫാമിംഗ്, അല്ലെ, ജൈവ കൃഷി, ഇതൊക്കെയാണ് എന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതി ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ മാരത്തോണിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇവിടെ നിന്ന് 2 ചാപ്റ്റർ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്സേ ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ആണ്. ഇവിടെ മീഡിയനെ പറ്റിയായിരിക്കും ചോദിക്കുക. ഇങ്ങനെ ഒരു ഡേറ്റ തരും, മീഡിയൻ ഒജീവ് വരയ്ക്കാൻ വേണ്ടി പറയും. അതിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. എങ്ങനെ ഒജീവ് വരയ്ക്കുന്നത്? ലെസ് ദാനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, മോർ ദാനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ലെസ് ദാനിൽ നമ്മളെല്ലാം അപ്പർ ലിമിറ്റ് ആണ് എടുക്കുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്താണ് പോകുന്നത്. സോ ഇതാ ടോട്ടൽ കിട്ടുക. ഇനി മോർ ദാൻ എന്താണ്? എല്ലാ ലോവർ ലിമിറ്റുമാണ് നമ്മൾ എടുക്കുക, എന്നിട്ട് ടോട്ടലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? 2 ഗ്രാഫും ലെസ് ദാനും മോർ ദാനും വരയ്ക്കുക. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും താഴോട്ട് വരുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീഡിയൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള 8 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ് മീഡിയൻ ഒജീവ് വരച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ ചാപ്റ്ററിന്. അത് മീൻ മീഡിയൻ മോഡാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ് ഫ്രം ദ ഡേറ്റ ഗിവൺ ബിലോ. താഴെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്, മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 മാർക്കിന്റെ ചോദ്യമാണ്. ആദ്യമായിട്ട് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ FM ബൈ N. എന്താ M എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റിനെ ഓരോ ഫ്രീക്വൻസി കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ എടുക്കുക. എത്ര കിട്ടി? 3525 കിട്ടി. എന്താണ് മക്കളെ 95 എന്ന് പറഞ്ഞാൽ? മൊത്തം ഫ്രീക്വൻസിയുടെ ടോട്ടൽ,
അല്ലെ? ഫ്രീക്വൻസിയുടെ ടോട്ടൽ 95 ഡിവൈഡ് ചെയ്യുക, സിംപ്ലി മീൻ കിട്ടി. ഇനി മീഡിയൻ കുറച്ച് ടഫാണ്. ടഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. n/2 കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടോട്ടലാണ്, CF. എത്ര കിട്ടി? 95. 95നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് കിട്ടി? 47.5 എന്ന് കിട്ടി. അപ്പം നമ്മൾ ഈ 47.5നെ എവിടെ ലൊക്കേറ്റ് ചെയ്യും? ഇവിടെയല്ലേ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ ഇട്ടിട്ട് കൃത്യമായിട്ട് ചെയ്താൽ മതി. L എന്ന് പറയുന്നത് ലോവർ ക്ലാസ്, n/2 നമ്മൾ കണ്ടുപിടിച്ച് 47.5. CF എന്ന് പറയുന്നത് ഈ ലൊക്കേറ്റ് ചെയ്ത ഈ ടേമിന് മുകളിലുള്ള ഫ്രീക്വൻസി. എത്രയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? 38. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിന് നേരെയുള്ള ഫ്രീക്വൻസി 12. എത്രയാണ്? H എന്ന് പറയുന്ന ക്ലാസ് ഇന്റർവെൽ 10. ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഇത് മീഡിയൻ ആണ്, ഇത് മീൻ ആണ്. ഇനിയുള്ളത് മോഡാണ്. മോഡ് എന്ന് പറയുന്ന ഇക്വേഷൻ സെയിം ആണ്, L + D1 ഡിവൈഡ് ബൈ D1 + D2 × H. L എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതാണ് 20. ഇതാണ് മോഡൽ ക്ലാസ്. നമ്മൾ ഹിസ്റ്റോഗ്രാമിനത് പഠിച്ചിട്ടുള്ളതാണ്. മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള നേരെയുള്ള ക്ലാസ് ആണ് മോഡൽ ക്ലാസ്. ഇവിടുത്തെ ലോവർ ലിമിറ്റ് ആണ് L 40. 8 എന്ന് പറയുന്നത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഈ ഫ്രീക്വൻസിയും അതിൻ്റെ മുകളിലത്തെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 8. D2 എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിയും താഴത്തെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 5. H എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ ആണ്. എത്രയാണ് ക്ലാസ് ഇൻ്റർവെൽ? 0 to 10. 10 - 0 10 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് കിട്ടും. സോ ഇങ്ങനെയാണ് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക. വേഗം പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പം നിങ്ങൾക്ക് ഇക്വേഷൻസ് മാത്രമേ കത്തിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? സോ ഇതാണ് മെയിൻലി ഇന്ത്യൻ എക്കോണമിയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ നിന്നും നമ്മുടെ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എസ്സേസ്. സോ മക്കൾക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മൾ എക്കണോമിക്സിൻ്റെ മാരത്തോൺ ആയിട്ട് എത്തുന്നുണ്ട്. എല്ലാ മക്കളും ആ മാരത്തോണിൽ പങ്കെടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.